അമേരിക്കയിലായിരുന്നോ? അതെ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. എനിക്ക് വേണ്ട ഒരു ബ്രേക്കായിരുന്നു. എല്ലാത്തിൽ നിന്നും സിനിമയിൽ നിന്നും നമ്മൾ യൂഷ്വലി ഉള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ നിന്നൊരു നല്ലൊരു ബ്രേക്കായിരുന്നു. ഒരു 10 മാസത്തോളം US താമസിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രേക്ക് വേണ്ടതാണെന്ന് ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ്. അല്ല, കുറേ നാളായിട്ട് ആ ബ്രേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ബ്രേക്ക് ആവശ്യം വന്നിട്ട് കുറേ കാലമായി. എന്ന് വെച്ചാൽ 26 വർഷമായല്ലോ സിനിമയിൽ. 26 വർഷം നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ പഠിക്കാൻ പോയപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടായെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് അഭിനയിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി 26 വർഷത്തിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്കിലേക്ക് എത്താൻ തന്നെ പറ്റിയത് അല്ലേ? അതെ. ആ ഒരു വിവാഹ ജീവിതം എത്രമാത്രം എൻജോയ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്? വളരെയധികം എൻജോയ് ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് ഒരു ഇരുത്തം വന്ന ഫീലിംഗാണ് എനിക്കുള്ളത്. എന്താ പറയുക, നമ്മൾ അല്ലെങ്കിൽ എല്ലാ റോളും നമ്മൾ തന്നെ പ്ലേ ചെയ്യണം ലൈഫിൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ റോള് മാത്രം പ്ലേ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ പീസ്ഫുള്ളായി. നമുക്ക് ഈ പറഞ്ഞ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ബിലോങ്ങിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ബിക്കോസ് എനിക്കതെല്ലാം ഞാൻ തന്നെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ബിലോങ്ങിങ്നെസ്, കരിയർ, ഫിനാൻസസ് എല്ലാം. അതായത് ഒരു വൺ മാൻ ഷോ ആയിരുന്നു 14 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ റിലീഫാണ്. ഈ 14 വർഷത്തെ യാത്രയിൽ ഇപ്പോൾ വിവാഹം ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ലെനയ്ക്കൊരു മാറ്റമാണ്. ലെനയുടെ സംസാരത്തിലാണെങ്കിലും ലെനയുടെ ഇരുത്തത്തിലാണെങ്കിലും ലെനയുടെ വേഷത്തിലാണെങ്കിലും എല്ലാത്തിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ലെനയെ സംബന്ധിച്ചോളം ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കുറേ നാളത്തൊരു ആത്മബന്ധമായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി എങ്ങനെയാണ് തുറന്നത്? ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഇതിലൊരു ഒരു സുനാമി വന്ന പോലെയായിരുന്നു ഈ ചേഞ്ച്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുന്ന ചിന്തിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തകം ഇപ്പോൾ അതെ, ഞാൻ എഴുതിയ പുസ്തകമാണ് ഇതിനൊക്കെ കാരണം. എന്ന് വെച്ചാൽ 20 വർഷമായിട്ട് എൻ്റെ ആത്മീയ തേടലുകളും എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് ഒരു സിനിമാ നടിയിൽ നിന്നും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം പറഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ തർക്കുത്തരം പറയുക, തമാശ പറയുക, കോമഡി പറഞ്ഞ് അങ്ങ് പോവുക. ബിക്കോസ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ആൾക്കാർ ഞെട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുമായിരുന്നു 20 കൊല്ലമായിട്ട്. അപ്പോൾ ഫൈനലി ഈ പുസ്തകം എഴുതേണ്ടി വന്നു. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ എഴുതില്ലായിരുന്നു. പക്ഷെ ഒരു പുസ്തകം എഴുതുന്ന എല്ലാവർക്കും അറിയാം, അതൊരു വലിയൊരു കഠിനമായിട്ടുള്ള ഒരു വർക്കാണ്. എസ്പെഷ്യലി നോൺ ഫിക്ഷൻ. ഇങ്ങനത്തെ വളരെ ഡീപ്പായിട്ട് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് ശരിക്കും എളുപ്പമല്ല. അപ്പോൾ 2020 മുതൽ അത് എഴുതി തുടങ്ങി 2023 പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകം ഇറങ്ങി അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തത് ഒരിക്കലും ആ ഇൻ്റർവ്യൂ അങ്ങനെ ആയി തീരും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ പോയത് ഒരു പത്രത്തിലെ ഇൻ്റർവ്യൂ ആണെന്നും വിചാരിച്ച് ഞാനൊരു വീഡിയോയെ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ പോയപ്പോൾ 3 ഇൻ്റർവ്യൂവേഴ്സ്, അതും ടോപ്പ് എഡിറ്റേഴ്സ്, 3 ക്യാമറ, കുറേ ചോദ്യങ്ങൾ. ഞാൻ ഇംഗ്ലീഷിലായതുകൊണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു. ബിക്കോസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്സ് സംസാരിക്കുന്നത്. അത് വൈറലായെന്ന് പറഞ്ഞാൽ ശരിക്കും വൈറാലിറ്റി എന്താണെന്ന് നമ്മൾ മുമ്പും നമ്മുടെ കാര്യങ്ങൾ വൈറലാവാറുണ്ട്, റീൽസ് വൈറലാവാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള വൈറാലിറ്റി, അതായത് ഡെയിലി നമുക്കൊരു 400 മെസ്സേജും കോളും വരുന്ന ലെവൽ വൈറാലിറ്റി, അതും എല്ലാ തരത്തിലുള്ള റിയാക്ഷൻസ്. ചില ആൾക്കാർ ഞെട്ടുന്നു, ചിലവർ ട്രോൾസ് ഉണ്ടാക്കുന്നു, ചിലവർ തിരിച്ചറിയുന്നു, ചിലവർ ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ മീറ്റ് ചെയ്യാത്ത മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, എഴുത്തുകാർ, സയൻറ്റിസ്റ്റ്സ്, സ്പിരിച്വലായിട്ടുള്ള ലീഡേഴ്സ്, അവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഒരു സുനാമി ആയിരുന്നു അത്. ആ സുനാമിയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂർ ഇരുന്ന് യൂട്യൂബിൽ എൻ്റെ ഇൻ്റർവ്യൂ കണ്ട പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റും ഇപ്പോൾ ആസ്ട്രോനോട്ടും ആയിട്ടുള്ള ആൾ ഈ ഇൻ്റർവ്യൂ കാണുന്നു യൂട്യൂബിൽ.
അതിൻ്റെ തംബ്നെയിൽ കാരണമാണ്. പിന്നെ ഇത്രയും വൈറാലിറ്റി, റീൽസും ട്രോൾസും എന്താ സംഭവം എന്നറിയാൻ വേണ്ടി കണ്ടതാ. ആ സംസാരം കേട്ട് പുള്ളിക്കൊരു തിരിച്ചറിവാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതാണ് ആള്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചത്. ഒക്ടോബറിലെങ്ങാനുമാണ് ഇത് കണ്ടത്. എൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, ഞാൻ പേര് പറയണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്. അതെ, ആളുടെ ഫ്രണ്ട് പേര് പറയണോ വേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ അതായത് എനിക്കിപ്പോൾ പറയണ്ട എന്നാലോചിച്ചിട്ട് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ്. അവരുടെ ഹസ്ബൻഡ് അഡ്വർടൈസിങ് ഏജൻസിയിലാണ് ദുബായിൽ. അപ്പോൾ അങ്ങനെ എനിക്കിനി ആ പേര് പറയണമല്ലോ, പക്ഷെ ഓർമ്മ വരുന്നില്ല. അതൊരു കാര്യം പറയണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോഴേ നമ്മളെ ബ്ലാങ്ക് ആയി പോവുക. ഞാൻ ആ പേര് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആ പേര് കിട്ടും. ആളുടെ ഹസ്ബൻഡിൻ്റെ പേരെ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശ്യാം എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. രജനി. അത് നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോഴേ നമ്മളെ മറന്നു പോകുന്ന അവസ്ഥ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. എനിക്ക് വനിതാ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. രജനി ശ്യാം പ്രശാന്ത് ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ആളെ മാത്രം കത്തിയുള്ളൂ. ഓക്കെ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ കിട്ടാൻ. അങ്ങനെ അഡ്വർടൈസിങ് ഏജൻസിയിലുള്ള ശ്യാമേട്ടനോട് ചോദിക്കുന്നു. 1 മാസം കഴിഞ്ഞിട്ട് നമ്പർ കിട്ടുന്നു. അപ്പോൾ നവംബർ 30 ഈ വരുന്ന 400 കോൾസും മെസ്സേജസും അതിൻ്റെ ഇടയിലൊരു മെസ്സേജ്. ഞാനിങ്ങനെ നിങ്ങളുടെ പുസ്തകം വായിച്ചു, ഇൻ്റർവ്യൂസ് കണ്ടു. എൻ്റെ സ്പിരിച്വൽ ഐഡിയോളജി ആയിട്ട് വളരെ സാമ്യമുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഒന്ന് കണ്ട് മീറ്റ് ചെയ്ത് ഒന്ന് ഓട്ടോഗ്രാഫ്ഡ് കോപ്പി വാങ്ങിക്കണം എന്നുണ്ട്, പിന്നെ ഒന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്തോ കാരണം കൊണ്ട് ഞാൻ ഓക്കെ സംസാരിക്കാം എന്ന് പറയുന്നു. ഞാൻ അത് ചെയ്യാത്ത ഒരാളാണ്, കംപ്ലീറ്റ്ലി ഭയങ്കര പ്രൈവറ്റാണ്. ആ സമയത്ത് കുറച്ച് പേരായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ സംസാരിച്ച ആ ഫസ്റ്റ് കോളിൽ തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, അടുപ്പം എന്നല്ല അതിൻ്റെ വാക്ക്, ഒരു തിരിച്ചറിവ് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ വളരെ പെട്ടെന്ന് അത് ഫാമിലീസ് സംസാരിച്ച് അതൊരു അറേഞ്ച്ഡ് മാരേജായി മാറിയത്. അല്ല, അദ്ദേഹം ഈ പുസ്തകം വായിച്ചതിന് ശേഷം ആണല്ലോ തിരിച്ചറിവ്. അദ്ദേഹത്തിന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടാവുള്ളൂ. നമ്മളിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിൻ്റെ പേര് ദൈവത്തിൻ്റെ ആത്മകഥ എന്നാണ്. അത് ലെനയുടെ കഥയാണ്. ദൈവത്തിൻ്റെ ലെനയ്ക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ. അതിനൊരു മാറ്റമില്ല. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാകാതെ ഇത് മൊത്തം വായിച്ചിട്ട് എല്ലാം എന്ന് പറയുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഈ സ്പിരിച്വാലിറ്റിയുടെ സിംപ്ലിസിറ്റി. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ നമുക്ക് സ്പിരിച്വാലിറ്റി പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സ്പിരിച്വാലിറ്റി ഒരുപാട് തത്വങ്ങളും കുറേ ഫിലോസഫിയും കുറേ വാക്ചാതുര്യം കൊണ്ട് ആൾക്കാരെ ഇംപ്രസ് ചെയ്യുക നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളിൽ സ്പിരിച്വാലിറ്റി പറയുന്നത് കണ്ടപ്പോൾ, അദ്ദേഹം സയൻറ്റിഫിക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെയധികം ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും എനിക്ക് മനസ്സിലാവാത്ത ലെവലിലുള്ള ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുല പോലെ ഇത് പറയുന്നത് കണ്ടപ്പോൾ അതാണ് ഏറ്റവും ആകർഷിച്ചത്. ഫോൺ ചെയ്യുന്നു, പിന്നെ വീട്ടുകാരായിട്ട് സംസാരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്ന് ഫിക്സ് ചെയ്യേണ്ടി വരുന്നത് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ബാജിങ് സെറിമണി, അവർക്ക് ഈ ആസ്ട്രോനോട്ട് വിങ്സ് സമ്മാനിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫിയാൻസെ ആണെങ്കിൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല ആ ഫംഗ്ഷന്. ബിക്കോസ് അത്രയും ചിട്ടയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ, എസ്പെഷ്യലി മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ വൈഫാണെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വെച്ചുകൊണ്ടാണ് നമ്മളിത് സ്പീഡപ്പ് ചെയ്തത്. പിന്നെ ആ വർഷത്തിലെ ആദ്യത്തെ മുഹൂർത്തമായിരുന്നു ജനുവരി 17. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.